ഹലോ ഗായ്സ്, നിങ്ങൾക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. നമുക്കിന്ന് ലെവൽ ഡെവിൾ കളിച്ചാൽ സുഖം മൊത്തം കളയാം. അപ്പം നമുക്കിന്ന് ലെവൽ ഡെവിളിലേക്ക് പോകാം. നമുക്ക് ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് കുഴികളും മുള്ളുകളും ഒക്കെ വരുമെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ എല്ലാവരും കളിച്ച് നോക്കിയ സ്ഥിതിക്ക് നമ്മളും കളിച്ച് നോക്കണമായിരുന്നു. അത് കുഴപ്പമില്ല. അത് ഫസ്റ്റത്തെ ട്രൈ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഇനിയും തോൽവികളിലൂടെയാണ് വിജയിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യണം. നമുക്ക് ഒന്ന് പോയി നോക്കാം. ഇപ്പം എയറിലാണ് നിന്നത് ഞാൻ. അതേതായാലും കഴിഞ്ഞു. ഫസ്റ്റത്തെ അല്ല, രണ്ടാമത്തെ മറ്റേ ഇതാണ് ലെവലല്ല കഴിഞ്ഞത് അല്ലേ? അയ്യോ ഇതെന്ത് വായത്? പെട്ടെന്ന് ചാടാൻ പറ്റിയില്ല. അപ്പോൾ ഒന്നും കൂടി വന്ന് ചാടിക്കൊണ്ട് ഓടിക്കൊണ്ട് ചാടണമായിരുന്നു. അതാ പറ്റിയത്. ഒന്നുകൂടെ കളിച്ച് നോക്കാം. ഒന്നും കൂടി അയ്യോ, എനിക്കിഷ്ടപ്പെട്ടില്ല. ചാടി ഓടി. അവിടെ എന്തിനാ രണ്ടെണ്ണം? ഒരെണ്ണം ചാടാൻ പെടുന്ന പാട് എനിക്കേ അറിയത്തുള്ളൂ. ചാടിക്കോ. ഞാൻ ജയിച്ചല്ലോ. നമ്മൾ ജയിച്ചു. പറയൂ ബാക്ക്. മടുപ്പായി പോയല്ലോ. ഞാൻ ജയിച്ചേ. ഞാൻ റെഡിയാക്കും. അതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ അപ്പുറത്ത് നമ്മൾ ചാടി കിടക്കേണ്ടി വരും. എന്തിനാ അങ്ങോട്ട് ചാടിയത്? ഒന്നും കൂടി ചാടി. നമ്മൾ അതെന്ത് പരിപാടിയാ കാണിച്ചത്? ഒരുമാതിരി ചീത്ത പരിപാടിയായിപ്പോയി കേട്ടോ. ഇറങ്ങി പോകാൻ തോന്നുന്നു. എങ്ങനെ ഇരിക്കുന്നു? തുടക്കത്തിൽ തന്നെ ചത്ത്. കഷ്ടപ്പെട്ടാണ് മനുഷ്യൻ മലയൊക്കെ ചാടി വരുന്നത്. അതിൻ്റെ ഇടക്കാണ് ഇതെല്ലാം കാണിക്കുന്നത്. എന്ത് വാ ഇത്? പോട്ടെ. അവിടെ ഒരു കുഴി വേറെ വരുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ഇതിൽ ജയിക്കാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലേ. രണ്ടാമത്തെ ലെവലായി. ഇത് മിക്കവാറും ആ മുള്ള നീങ്ങിയില്ല. അപ്പം ഇത് നീങ്ങാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ. അതെ, അത് ചാട്ടത്തിൻ്റെ ഇതായത് കൊണ്ടാണ്. നമുക്ക് ചാട്ടം കുറച്ച് കുറവാണ്. ചാടിക്കോ. ഓക്കെ. ഞാൻ വീണ്ടും ജയിച്ചല്ലോ. ഓക്കെ. ഈ മുള്ള് മിക്കവാറും ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു ഇത്രയും വേഗത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. നമുക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കാം. എന്തായാലും അത് ശരിയാവും. എന്തായാലും നമ്മൾ ജയിക്കും, അത് ഉറപ്പായിരിക്കും. സമാധാനം എന്നത് ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട സാധനം ആണ്. ചാടി. അത് അങ്ങോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ഇപ്പം പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇതിനി എന്തുവാണാവോ? ഇതെനിക്കറിയായിരുന്നു. അത് അവിടുന്ന് വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയത്, ഇങ്ങോട്ട് വേണം പോകാൻ. ആ മുള്ള അനങ്ങുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ രണ്ടും കൂടി ഞെക്കി ശീലിച്ചു വരുന്നേ. ആദ്യമേ എനിക്ക് രണ്ടും കൂടി ഞെക്കാനായിരുന്നു പറ്റാഞ്ഞത്. രണ്ടും കൂടി ഞെക്കാൻ പറ്റുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഞെക്കാൻ പറ്റുന്നുള്ള എനിക്ക്. ഇനി പറ്റത്തില്ല. അങ്ങനെ ഇനി പറ്റത്തില്ല. യെസ്. ഞാൻ ജയിച്ചേ. നമ്മൾ ജയിച്ചു. ഇതെന്തുവാണാവോ? ജസ്റ്റിനായിരുന്നു ജയിച്ചു പോയത്. ഇതിന് എന്താണാവോ?
ഇനി എവിടെയൊക്കെയാണോ കുഴി വരാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയാം. എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല. ഓ ഇനി എങ്ങോട്ടൊക്കെയാണോ ഇത്? എന്തായാലും പോയി നോക്കി. അയ്യോ മുള്ളു ചാടാൻ പറ്റത്തില്ലായിരുന്നു. ആ കുഴിക്കകത്തോട്ട് ഇറങ്ങി നിൽക്കണമല്ലേ? അപ്പോൾ ആണെന്ന് തോന്നുന്നു. അല്ല, അവിടുന്ന് ഓടി വന്നിട്ട് കുഴിക്കകത്തോട്ട് ചാടണം. ഓ കുറച്ച് സ്പീഡിൽ ഓടാൻ പഠിക്കണം. അതാ പറ്റിയത്. സ്പീഡ് ചാടിക്കും. ഓക്കെ, ചാടിക്കറക്കും. അയ്യോ അങ്ങനെ ലെവൽ 3 ആയേക്കുന്നു ഗായ്സ്. വാട്ട് ഈസ് ദിസ്? ഇതെന്ത് വാണിത്? എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലിത്. അതെന്ത് ചെയ്യുന്നേ? ചാടിയിട്ട് ഇങ്ങോട്ട് ചാടണോ? ഞാൻ ചാടിയിട്ട് ചാടിയിട്ട് അങ്ങോട്ട് ചാടണം. ഇതെങ്ങനാണാവോ? ചാടുക, ഇങ്ങോട്ട് ചാടണം. അങ്ങോട്ട് ചാടാൻ പറ്റിയില്ല, അതാ പറ്റിയത്. ചാട്. നമ്മൾ ജയിക്കും. ജയിക്കുമായിരിക്കും. ഇങ്ങോട്ട് ചാടി. യെസ്. നമ്മൾ ജയിച്ചു. നമ്മൾ വീണ്ടും ജയിച്ചു. ഇനി ഇതിലെന്താണാവോ? ഇത് ഇപ്പുറത്തുനിന്ന് വന്ന അതെന്ത് വാണത്? ഓടി വന്ന് ചാടി. കുഴി ഭയങ്കര വലിയ കുഴിയായിപ്പോൾ അതാ പറ്റിയത്. ചാടി. അത് ഭയങ്കര വലിയ കുഴിയാണത്. ഓടിച്ചാടി നടക്കും, തുള്ളിച്ചാടി നടക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചോണ്ടിരിക്കുവാണ്. എനിക്ക് അറിയത്തില്ല ഞാൻ എന്തോ ചെയ്യുമെന്ന്. ജയിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും തരണേ.